ജയരാജ്, ഇനി നിങ്ങൾക്ക് ഒരു പാട്ടൂടെ പാടാൻ അവസരം തരിക. കാരണം ഒരു യുഗ്മഗാനം, ഒരു ഡ്യുവറ്റ് സോങ്, ഒരു ഫീമെയിൽ ഓർ മെയിൽ ഡ്യുവറ്റ്, എനിത്തിങ്. അടുത്ത ഏത് പാട്ടാണ് പാടുന്നത്? അടുത്തത് ഏകാന്ത ചന്ദ്രികയെ ആ സോങ്. ഇൻ ഹരിഹർ നഗർ. ആരാണ് കൂടെ പാടുന്നത്? നിഖിൽ രാജാണ് കൂടെ പാടുന്നത്. ഓക്കെ, സോ വെൽക്കം നിഖിൽ രാജ് ഓൺ ടു സ്റ്റേജ്. എന്തായാലും വന്നതിൽ സന്തോഷം. താങ്ക് യു സാർ. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഉണ്ണിമേനോനുമായിട്ട് പാടിയ ഒരു പാട്ടാണ്. അത് ഇപ്പം ഓർക്കേണ്ട ഒരു വ്യക്തി, ഈ ഇടയ്ക്ക് നമ്മളെല്ലാം വിട്ടുപോയ സിദ്ദിഖ് ലാൽ ഒരു കോമ്പിനേഷനായിരുന്നു. അത് കഴിഞ്ഞ് സിദ്ദിഖ് മലയാളത്തിൽ കുറേ പടങ്ങൾ ചെയ്തു, പിന്നെ ഹിന്ദിയിൽ ചെയ്തു. ഞാനിങ്ങനെ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞ് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ ചെന്ന് നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അകത്തൊരു വലിയ കരച്ചിൽ കേൾക്കുന്നത്. കാരണം ഒരിക്കലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിടപറയലായിപ്പോയി. എന്തായാലും ഈ അവസരത്തിൽ ഞാൻ സിദ്ദിഖിൻ്റെ ആത്മാവിന് അല്ലേ, വളരെ ഒരു എന്നാ പറയുക, ഒരു സിനിമാക്കാരനായിരുന്നില്ല ശരിക്കും അദ്ദേഹം. ഒരു ഭയങ്കര സഹൃദയനും സ്നേഹവും എല്ലാവരുടെ അടുത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. കുളിരിനു കൂട്ടിനു എന്റെ കരളിലെ പാട്ടിനു ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനു കൂട്ടിനു എന്റെ കരളിലെ പാട്ടിനു ഏകാന്ത ചന്ദ്രികേ. പതിനഞ്ചു പിറന്നാളിൻ തിളക്കം, പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം. അലഞ്ഞുറിഞ്ഞൊടുക്കുന്ന മനസ്സേ, എന്റെ മിഴിക്കുള്ളിൽ നിനക്കെന്തൊരിണക്കം. അഴകിനൊരാമുഖമായ ഭാവം, അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. അഴകിനൊരാമുഖമായ ഭാവം, അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. പാലത്ത ചേലൊത്തരാവാടയണിഞ്ഞത് കുളിരിനു കൂട്ടിനു എന്റെ കരളിലെ പാട്ടിനു ഏകാന്ത ചന്ദ്രികേ. മനസ്സുകൊണ്ടടുത്തു വന്നിരിക്കും, പിന്നെ കനവു കണ്ടിരുന്നു ഞാൻ ഉറങ്ങും. മിഴിത്തൂവൽ പുതപ്പെന്നെ പുതയ്ക്കും, എല്ലാം മറന്നു ഞാൻ അതിലെന്നും ലയിക്കും. നമുക്കൊന്നിച്ചാകാശത്തോടിയേറാം, നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നമുക്കൊന്നിച്ചാകാശത്തോണിയേറാം, നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നിന്നോല കണ്ണീല ഉന്മാദമുണർത്തുന്നു കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ. തേടുന്നതെന്തിനോ കുളിരിനോ
കൂട്ടിനു. കരളിലെ പാട്ടിനു ആഹാ, അതിമനോഹരം, അതിമനോഹരം. ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്ന ഏത് ജനറേഷനിലും ഒരുപോലെ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണിത്. ഈ പാട്ട് പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇത്തിരി പ്രയാസമാണ്. കറക്റ്റായിട്ട് ശ്രുതി ചേർന്ന് പാടുന്നത് അത് സൂപ്പറായിരുന്നു. ഒരു റെക്കോർഡ് പോലെ തന്നെ നിങ്ങൾ പാടി, ഒരു വ്യത്യാസവുമില്ല, കൃത്യമായിട്ട് പാടി. താങ്ക് യു നിഖിൽ. വീണ്ടും വരണം കേട്ടോ, വീണ്ടും വന്ന് കുറച്ച് പാട്ടുകളൊക്കെ സോളോ ആയിട്ടും കേൾക്കണം. ഓക്കെ, താങ്ക് യു. അൽഫോൺസിന്റെ ഫസ്റ്റ് ഫിലിം വെള്ളിത്തിരയല്ലേ? വെള്ളിത്തിരയായിരുന്നു. വെള്ളിത്തിര എങ്ങനെയാണ് വെള്ളിത്തിരയില് ശരിക്കും വരാൻ കാരണം എൻ്റെ സുഹൃത്തായിട്ടുള്ള ലിയോ തദേവൂസ് ആണ്. അദ്ദേഹം ഒരു ഡയറക്ടറാണ് ഇപ്പം. ഭദ്രൻ സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പം ലിയോ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. പേടിയുണ്ടായിരുന്നു. ഭദ്രൻ സാറിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ഡയറക്ടറാണ്, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് നല്ല ജ്ഞാനമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട്. പക്ഷേ എനിക്കതൊരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടി വെള്ളിത്തിര ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പം നമുക്ക് ആ ഒരു പാട്ട് വെള്ളിത്തിരയിൽ തന്നെ അല്ലേ? അപ്പം അതിൽ ഒരു ഹരിജി പാടിയൊരു പാട്ടുണ്ട്, ഹൃദയ സഖി എന്ന് പറഞ്ഞ്. അപ്പോൾ കുറേ എൻ്റെ മനസ്സിലൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഹരിജിയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം എന്നുള്ളത്. അത് ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞൊരു പാട്ടാണ്. അപ്പം അത് പാടാം. ഓക്കെ. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊമ്പരവിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊമ്പരവിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ. ഹൃദയ സഖി